US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്റെ പ്രസ് സെക്രട്ടറിയും യുവ വക്താവുമായ കരോലിൻ ലീവിറ്റിനെതിരെ നടത്തിയ ലൈംഗിക ചൊവ്വയുള്ള പരാമർശങ്ങൾ അമേരിക്കൻ രാഷ്ട്രീയത്തിൽ പുതിയ കോളിളക്കങ്ങൾ സൃഷ്ടിച്ചിരിക്കുകയാണ്. പെൻസിൽവാനിയയിൽ നടന്ന ഒരു തിരഞ്ഞെടുപ്പ് റാലിക്കിടെ ട്രംപ് നടത്തിയ പരാമർശങ്ങൾ സ്ത്രീകളോടുള്ള അദ്ദേഹത്തിന്റെ സമീപനത്തെയും പൊതുരംഗത്തെ സംസാര മര്യാദകളെയും വീണ്ടും ചോദ്യം ചെയ്യുന്ന നിലയിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. പ്രസംഗത്തിനിടെ കരോലിൻ ലീവിറ്റിനെതിരെ പരിചയപ്പെടുത്തവെയാണ് ട്രംപ് വിവാദപരമായ വാക്കുകൾ ഉപയോഗിച്ചത്. നമ്മുടെ സൂപ്പർ സ്റ്റാറായ കരോലിനെ ഇന്നിവിടെ കൊണ്ടുവന്നിട്ടുണ്ട്, അവർ വളരെ മികച്ച ആളല്ലേ എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ലീവിറ്റിനെ വേദിയിലേക്ക് ക്ഷണിച്ചത്. തുടർന്ന് വന്ന വാക്കുകളാണ് വിമർശനങ്ങൾക്ക് ഇടയാക്കിയത്. ലീവിറ്റിന്റെ പ്രൊഫഷണൽ കഴിവുകളേക്കാൾ ഉപരിയായി അവരുടെ ശാരീരിക രൂപത്തിന് ഊന്നൽ നൽകിക്കൊണ്ടായിരുന്നു ട്രംപിന്റെ പരാമർശം. സുന്ദരമായ മുഖവും മെഷീൻ ഗൺ പോലുള്ള ചുണ്ടുമായി ടെലിവിഷൻ സംസാരിക്കുമ്പോൾ കരോലിൻ വളരെ ഡോമിനേറ്റീവ് ആണ് എന്നായിരുന്നു ട്രംപിന്റെ വാക്കുകൾ. മെഷീൻ ഗൺ പോലുള്ള ചുണ്ടുകൾ എന്ന പ്രയോഗം ലീവിറ്റിന്റെ സംസാര ശൈലിയെ വർണ്ണിക്കാൻ ഉപയോഗിച്ചുവെങ്കിലും ഇത് ലൈംഗിക ചൊവ്വയുള്ള ഒരു ശാരീരിക പരാമർശമായിട്ടാണ് പൊതുസമൂഹം വിലയിരുത്തുന്നത്. ഒരു രാഷ്ട്രീയ നേതാവിന്, പ്രത്യേകിച്ചും സ്വന്തം പ്രചാരണ ടീമിൽ പ്രവർത്തിക്കുന്ന ഒരു വനിതാ ഉദ്യോഗസ്ഥയെക്കുറിച്ച് ഇത്തരത്തിലുള്ള ഒരു പൊതുവേദിയിൽ സംസാരിക്കുന്നത് തികച്ചും അസ്ഥാനത്തുള്ളതും ഔചിത്യമില്ലാത്തതുമാണെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ ഒന്നടങ്കം അഭിപ്രായപ്പെടുന്നു. ട്രംപിന്റെ ഈ പ്രസംഗം ഉടൻ തന്നെ സോഷ്യൽ മീഡിയയിൽ വൈറലായി. ഇത് സ്ത്രീകളോടുള്ള ട്രംപിന്റെ കാഴ്ചപ്പാടിന്റെ പ്രതിഫലനമാണെന്ന് ആരോപിച്ച് വ്യാപക പ്രതിഷേധമുയർന്നു. അദ്ദേഹത്തിന്റെ മുൻകാല വിവാദങ്ങളെയും ഈ വാക്കുകൾ വീണ്ടും ചർച്ചയിലേക്ക് കൊണ്ടുവന്നു. റാലിയിൽ ട്രംപ് മറ്റൊരു വിഷയം കൂടി പരാമർശിച്ചു. കരോലിൻ ലീവിറ്റിന് ഭയമില്ലാത്തതിന് കാരണം തങ്ങളുടെ നയങ്ങളാണെന്നും ഇത് ധീരമായ പോരാട്ടത്തിന്റെ ഭാഗമാണെന്നും അദ്ദേഹം അവകാശപ്പെട്ടു. എങ്കിലും ഈ ഭാഗം ട്രംപിന്റെ വിവാദപരമായ പരാമർശത്തിന്റെ നിഴലിലായിപ്പോയി. ഇതാദ്യമായല്ല ട്രംപ് കരോലിൻ ലീവിറ്റിനെതിരെ ഇത്തരത്തിലുള്ള പരാമർശം നടത്തുന്നത് എന്നതാണ് ഈ വിവാദത്തിന് ആക്കം കൂട്ടിയത്. നേരത്തെ ഒരു അഭിമുഖത്തിൽ വെച്ചും അദ്ദേഹം ലീവിറ്റിന്റെ ചുണ്ടുകൾ മെഷീൻ ഗൺ പോലെയാണെന്നാണ് പറഞ്ഞിരുന്നത്. ന്യൂസ് മാക്സുമായുള്ള അഭിമുഖത്തിലായിരുന്നു അന്നത്തെ പരാമർശം. അന്ന് തന്റെ പ്രസ് സെക്രട്ടറിയുടെ കഴിവിനെ പ്രശംസിക്കുന്നതിനിടയിലും ട്രംപ് ശാരീരികമായ പരാമർശം ഒഴിവാക്കാൻ ശ്രദ്ധിച്ചില്ല. മറ്റാർക്കും കരോലിനേക്കാളും മികച്ച പ്രസ് സെക്രട്ടറി ഉണ്ടാകില്ല എന്ന് ട്രംപ് അന്ന് പറഞ്ഞിരുന്നു. എങ്കിലും ഒരു സ്ത്രീയുടെ പ്രൊഫഷണൽ യോഗ്യതകളെ അവരുടെ രൂപവുമായി ബന്ധിപ്പിക്കുന്നതിലെ അപാകതയാണ് വിമർശകർ പ്രധാനമായും ചൂണ്ടിക്കാട്ടുന്നത്. ഡെമോക്രാറ്റിക് പാർട്ടി നേതാക്കളും വിമർശനവുമായി രംഗത്തെത്തി. സ്ത്രീകളെ വസ്തുവൽക്കരിക്കുന്ന ട്രംപിന്റെ സമീപനം അപലപനീയമാണെന്നും ഇത് പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന സ്ത്രീകൾക്ക് തെറ്റായ സന്ദേശമാണ് നൽകുന്നതെന്നും അവർ കുറ്റപ്പെടുത്തി. ഒരു പ്രസിഡന്റ് സ്ഥാനാർത്ഥിക്ക് ചേർന്ന വാക്കുകളല്ല ട്രംപ് പറഞ്ഞതെന്ന പരാമർശം തീരെ മോശമാണെന്നും പല പ്രമുഖ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തു. രാഷ്ട്രീയപരമായ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിന് പകരം ട്രംപ് വ്യക്തിപരമായ അതിർവരമ്പുകൾ ലംഘിക്കുന്നുവെന്നും വിമർശനം ഉയർന്നു. റാലിയുടെ വേദിയിൽ ട്രംപിന്റെ അരികിൽ തന്നെ ഉണ്ടായിരുന്ന കരോലിൻ ലീവിറ്റ് ഈ വിഷയത്തിൽ ഇതുവരെയും പരസ്യമായി പ്രതികരിച്ചിട്ടില്ല. ട്രംപിനെ പോലുള്ള ശക്തനായ ഒരു നേതാവിന്റെ വിമർശനങ്ങളോട് പ്രതികരിക്കുന്നത് അവരുടെ രാഷ്ട്രീയ ഭാവിക്ക് ദോഷകരമാകുമോ എന്ന ആശങ്കയും നിലനിൽക്കുന്നുണ്ട്. പ്രധാന എതിരാളികൾക്ക് ട്രംപിന്റെ ഈ വാക്കുകൾ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ഒരു ആയുധമായി ഉപയോഗിക്കാൻ സാധിക്കും. സ്ത്രീകളുടെ വോട്ടുകൾ നിർണായകമാക്കുന്ന ഈ ഘട്ടത്തിൽ ട്രംപിന്റെ സ്ത്രീവിരുദ്ധ നിലപാടുകൾ വീണ്ടും ജനമധ്യത്തിൽ ചർച്ചയാകുന്നത് അദ്ദേഹത്തിന് തിരിച്ചടിയായേക്കാം. രാഷ്ട്രീയപരമായ കാരണങ്ങൾക്കപ്പുറം ഒരു പൊതുപ്രവർത്തകനും പ്രസിഡന്റും പാലിക്കേണ്ട മിതത്വത്തെക്കുറിച്ചുള്ള ചർച്ചകൾ ഇത് വീണ്ടും സജീവമാക്കിയിരിക്കുകയാണ്. രാജ്യത്തിന്റെ പരമോന്നത പദവി ലക്ഷ്യമിടുന്ന ഒരാൾ പാലിക്കേണ്ട മാന്യത അദ്ദേഹത്തിന്റെ വാക്കുകളിൽ ഇല്ലെന്നാണ് വിമർശകരുടെ പക്ഷം. ഈ വിവാദം തിരഞ്ഞെടുപ്പ് ഫലങ്ങളെ എങ്ങനെ ബാധിക്കുമെന്നതാണ് ഇനി അമേരിക്കൻ രാഷ്ട്രീയ ലോകം ഉറ്റുനോക്കുന്നത്. ഡൊണാൾഡ് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ ഈ അനാവശ്യമായ പരാമർശം മറ്റൊരു തലവേദനയായി മാറിയിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ വാക്കുകൾ അദ്ദേഹത്തിന്റെ വിജയ സാധ്യതകളെ തന്നെ ബാധിക്കുമോ എന്ന ചോദ്യം പ്രസക്തമാണ്.